എക്സാലോജിക്കിന് കുരുക്കായി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ട്. എക്സാലോജിക് CMRൽ ഇടപാട് അടിമുടി ദുരൂഹമാണെന്ന് ബംഗളൂരു ROCയുടെ റിപ്പോർട്ടിൽ പറയുന്നു. CMRലുമായുള്ള കരാർ വിവരങ്ങൾ എക്സാലോജിക് ഹാജരാക്കിയില്ല. കമ്പനി ഹാജരാക്കിയത് GST അടച്ച ബില്ല് മാത്രമാണെന്നും എക്സാലോജിക്കിനെതിരെ CBI അന്വേഷണമാകാമെന്നും റിപ്പോർട്ടിലുണ്ട്. ശ്രീജിത്താണ് വിവരങ്ങളുമായുള്ളത്. ശ്രീജിത്ത്, എന്താണ് ROC റിപ്പോർട്ടിൽ ഉള്ളത്? രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബംഗളൂരുവിന്റെ റിപ്പോർട്ടിലാണ് ഇപ്പോൾ എക്സാലോജിക്കിനെതിരെ ഗുരുതരമായ പരാമർശങ്ങളുള്ളത്. ഈ ഗുരുതരമായ ചില പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയ ഗുരുതരമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എക്സാലോജിക്കിനെതിരെ CBI അന്വേഷണമാക്കാമെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ശുപാർശ ചെയ്തത്. അഴിമതി നിരോധന നിയമപ്രകാരം പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം CBI അന്വേഷണം സാധ്യമാണ് എന്നാണ് ഈ റിപ്പോർട്ടിലെ ഒരു ശുപാർശ. മറ്റൊന്ന്, ഈ അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വിടാവുന്നതാണ്. അതായത് മണി ലോണ്ടറിംഗിന്റെ കാര്യങ്ങൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കേസായതുകൊണ്ട് തന്നെ ഇത് EDയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിന് വിടണമെന്നുള്ള ശുപാർശയും റിപ്പോർട്ടിലുണ്ട്. CMRലുമായുള്ള കരാറിന്റെ വിശദാംശങ്ങൾ എക്സാലോജിക്ക് മറച്ചുവെച്ചുവെന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യത്തിൽ ഈ എക്സാലോജിക് CMRൽ തമ്മിലുള്ള ഇടപാട് വളരെ ദുരൂഹമായിട്ടുള്ള ഡൂബിയസ് എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ ദുരൂഹമായ ഒരു ഇടപാടാണ് ഇവർക്കിടയിൽ നടന്നതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. CMRലുമായുള്ള കരാർ വിവരങ്ങൾ എക്സാലോജിക്ക് ഹാജരാക്കാൻ കൂട്ടാക്കിയിട്ടില്ല. നൽകിയ സേവനത്തിലാണ് പണം വാങ്ങിയത് എന്ന് പറയുന്നതല്ലാതെ ഇതിന് തെളിവ് ഹാജരാക്കാൻ കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന പരാമർശവും ഈ റിപ്പോർട്ടിലുണ്ട്. കമ്പനി ഹാജരാക്കിയത് ഈ തുകയുടെ, അതായത് എക്സാലോജിക്കിൽ നിന്ന് CMRൽ നിന്ന് എക്സാലോജിക് കൈപ്പറ്റിയ തുകയുടെ GST ബില്ലിന്റെ രസീത് മാത്രമാണ് ഹാജരാക്കിയത് എന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബംഗളൂരു നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ പ്രാഥമിക റിപ്പോർട്ടിലെ ഗുരുതരമായ കണ്ടെത്തലുകളുടെയും ശുപാർശകളുടെയും അടിസ്ഥാനത്തിലാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം വിശദമായ അന്വേഷണത്തിന് കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടത്. ആ ഉത്തരവിന്റെ വിവരങ്ങളാണ് നേരത്തെ 3-അംഗ കമ്മിറ്റി 4 മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കണം എന്നുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നത്. You are watching Reporter Evening Show.